അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ താരീഖുൽ ഇസ്ലാം 9ാമത്തെ ചാപ്റ്റർ വകല്ലമല്ലാഹു മൂസ തക്ലീമ. അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ചു എന്നർത്ഥം വരുന്ന പാഠാണ്. ഈ പാഠത്തിൽ പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. മൂസാ നബിയുടെ കൊടിയ ശത്രുവായ ഫിർഔൻ മൂസാ നബിയെ തന്നെ പോറ്റി വളർത്തിയ സംഭവം. അള്ളാഹുവിന്റെ തീരുമാനത്തെ ഒരു ശക്തിക്കും തടുക്കാൻ കഴിയില്ല. ഇതാണ് അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. മൂസാ നബിയുടെ ജിസത്തും പ്രബോധനവും ഒക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വായിക്കാം. എന്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരാൾ മുഖേനയാണ് ഈജിപ്ത് രാജാവിന്റെ നാശം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവചിച്ചു. ഇവിടെ ഈജിപ്ത് രാജാവിന് ഉദ്ദേശിക്കുന്ന ഫിർഔനാണ്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവചിച്ചതാണ്. ആ പ്രവചനം ഇവിടെ പുലരാണ്. നോക്കൂ, ഈജിപ്തിലെ രാജാവായ ഫിർഔൻ ഇസ്രായേലരിലെ ആൺകുട്ടികളെയെല്ലാം വധിക്കാൻ ഉത്തരവ് നൽകി. പ്രവചിത കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരുന്നു ഇത്. അങ്ങനെ ധാരാളം ശിശുക്കൾ വധിക്കപ്പെട്ടു. ശിശുക്കളെ കുട്ടികൾ കൊല്ലപ്പെട്ടു. ആയിടെ ഇമ്രാന്റെ ഭാര്യ പ്രസവിച്ചു. അള്ളാഹു തആലയിൽ നിന്നുള്ള ഇൽഹാം അനുസരിച്ച്. എന്താണ് ഇൽഹാം? അള്ളാഹു മനസ്സിൽ തോന്നിപ്പിക്കുന്നതിനാണ് ഇൽഹാം എന്ന് പറയുന്നത്. ആ ഇൽഹാം അനുസരിച്ച് അവർ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിലിട്ടു. നൈൽ നദി എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ ഒരു വലിയ നദിയാണ്, പ്രസിദ്ധമായ നദിയാണ് നൈൽ നദി. പെട്ടിയെ പിന്തുടരാൻ മകളെ അയച്ചു. ആരാണ് ഈ മകള്? ഇമ്രാന്റെ മകളെ അയച്ചു, അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരി. ഈ പെട്ടി ലഭിച്ചത് ഫിർഔൻ കുടുംബത്തിനാണ്. ഇവനെ കൊല്ലരുത്, നമുക്ക് ദത്തുപുത്രനാക്കാം, ഫിർഔന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഫിർഔന്റെ ഭാര്യയാകുന്ന ആസിയ ബീവിയായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരി. കുട്ടി ആരുടെയും മുലപ്പാൽ കുടിച്ചില്ല. ഇത് കണ്ടുനിന്ന സഹോദരി പറഞ്ഞു, ഇത് കുട്ടിയെ പരിചരിക്കാൻ ഞാൻ നല്ലൊരു വീട്ടുകാരെ പറഞ്ഞു തരാം. അവൾ ഉമ്മയെ കൊണ്ടുവന്നു. കുട്ടി ആവേശപൂർവ്വം പാൽ കുടിച്ചു. കുട്ടിയെ അവരെ ഏൽപ്പിച്ചു. മുലയൂട്ടുന്നതിന് പ്രതിഫലവും നൽകി. മൂസാ അലൈഹിസ്സലാം 30 വയസ്സുവരെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർന്നു. അദ്ദേഹം ഇസ്രായേലിനാണെന്ന് ഫിർഔൻ അറിഞ്ഞില്ല. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രവചനമായിരുന്നു ഇസ്രായേലിൽപ്പെട്ട ഒരു ആൺകുട്ടിയെ കൊണ്ടാണ് ഫിർഔനിന്റെ നാശം എന്ന്. അപ്പോ ഈ കുട്ടി ഇസ്രായേലിൽപ്പെട്ട കുട്ടിയാണെന്ന് ഫിർഔൻ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഫിർഔൻ വളർത്തിയത്. ഫിർഔൻ ഇസ്രായേലരെ അടിമകളാക്കി കഠിനമായ ജോലികൾ ചെയ്യിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു ഇസ്രായേലിനെ ഫിർഔൻ കുടുംബക്കാരനായ ഖിബ്തി ആക്രമിക്കുന്നത് മൂസാ അലൈഹിസ്സലാം കണ്ടു. ഇസ്രായേലിൻ മൂസാ അലൈഹിസ്സലാമിനോട് സഹായം തേടി. അദ്ദേഹം ഖിബ്തിയെ ഒന്ന് ഇടിച്ചു. അയാൾ മരിച്ചു വീണു. അടുത്ത ദിവസം വീണ്ടും ആ ഇസ്രായേലിൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സഹായം തേടി. പതിവായി വഴക്കുണ്ടാക്കുന്നതിന് അവനെ ആക്ഷേപിച്ച ശേഷം അദ്ദേഹം ഖിബ്തിയെ ശിക്ഷിക്കാൻ ഒരുങ്ങി. എന്നാൽ തന്നെയാണ് ശിക്ഷിക്കാൻ പോകുന്നതെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേലൻ പറഞ്ഞു, മൂസ, ഇന്നലെ ഒരാളെ കൊന്നതുപോലെ ഇന്ന് എന്നെയും കൊല്ലാൻ ശ്രമിക്കുകയാണോ? പ്രമുഖർ ചേർന്ന് മൂസാ അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ തീരുമാനിച്ചു. വിവരമറിഞ്ഞ മൂസാ നബി അലൈഹി ഇസ്ലാം നാടുവിട്ടു. മദിയനിൽ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലാണ് അദ്ദേഹം എത്തിപ്പെട്ടത്. ഇത് വലിയൊരു കഥയാണ്. ഇവിടെ പാഠത്തിൽ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. നോക്കൂ, അദ്ദേഹം മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സ്വീകരിച്ചു. 8-10 വർഷം തന്റെ കൂലി വേലക്കാരനായി ആടുകളെ നോക്കണമെന്ന ഉപാധിയോടെ മകൾ സഫൂറായി വിവാഹം ചെയ്തു കൊടുത്തു. ആരുടെ മകളാണ്? അതെ, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകളാണ് സഫൂറ. ആ സഫൂറ എന്ന സ്ത്രീയെയാണ് മൂസാ നബിക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. 10 വർഷത്തിന് ശേഷം മൂസാ അലൈഹി ഇസ്ലാം ഗർഭിണിയായ ഭാര്യയോടൊപ്പം ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. കൂരിരുട്ടും അതിശൈത്യവുമുള്ള, ശൈത്യം എന്ന് നല്ല തണുപ്പ്. ഒരു രാത്രിയിൽ അവർ വഴിതെറ്റിപ്പോയി. പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ, പേടിച്ച് നിൽക്കുമ്പോൾ സീനാമലയുടെ ഭാഗത്ത് നിന്നൊരു തീ കണ്ടു. എവിടെയാ സീനാമല? ഈജിപ്തിലെ ഒരു മലയാണ് സീനാമല. ആ സീനാമലയുടെ ഭാഗത്ത് നിന്നൊരു തീ കണ്ടു. വഴിയെക്കുറിച്ചുള്ള വിവരമോ
തീയോ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് കുടുംബത്തെ വഴിയിൽ നിർത്തി മൂസ അലൈഹി ഇസ്ലാം അങ്ങോട്ട് പുറപ്പെട്ടു. അടുത്തെത്തിയപ്പോ ഒരു അശരീരി കേട്ടു. അശരീരി പറഞ്ഞാൽ എന്താ? ആളില്ലാത്ത ശബ്ദത്തിനാണ് അശരീരി എന്ന് പറയാം. മൂസ, നിശ്ചയം ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവാണ്. അവിടെ വെച്ച് അള്ളാഹു താല അദ്ദേഹത്തിന് നബുവത്തും റിസാലത്തും നൽകി, പ്രവാചകത്വവും നബുവത്തും നൽകി. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൈ കൊണ്ടും വടി കൊണ്ടും മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാനുള്ള അനുമതി നൽകി. കൈ കക്ഷത്തിൽ വെച്ചെടുത്താൽ പ്രകാശിക്കും, വീണ്ടും വെച്ചാൽ സാധാരണ പോലെയാവും. വടി നിലത്തിട്ടാൽ സർപ്പമാവും, എടുത്താൽ പൂർവസ്ഥിതിയിലാകും. സഹോദരൻ ഹാറൂനെയും അല്ലാഹു തആല പ്രവാചകത്വം നൽകി. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തുണയായി. അല്ലാഹു തആല കൽപ്പന പ്രകാരം അവർ ഈജിപ്തിലെത്തി ഫിർഔനിനെയും അവന്റെ ജനതയെയും തൗഹീദിലേക്ക് ക്ഷണിച്ചു. ഇസ്രായേലിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തു. പക്ഷേ അവർ നിഷേധിച്ചു തള്ളി. മുഅ്ജിസത്തുകൾ സിഹറാണെന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാം നേരിടാൻ വിദഗ്ധരായ മജീഷ്യന്മാർ ഒരുമിച്ച് കൂട്ടി. മജീഷ്യന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? മാജിക് കാണിക്കുന്ന ആളുകൾക്കാണ് മജീഷ്യന്മാരെന്ന് പറയാം. അവർ കയറുകളും വടികളും കളത്തിലിട്ടു. അവയെല്ലാം സർപ്പങ്ങളാണെന്ന് ജനങ്ങൾക്ക് തോന്നി. മൂസാ നബി അലൈഹി ഇസ്ലാം വടി താഴെയിട്ടു. അത് പാമ്പായി മാറി. അവരുടെ സർപ്പങ്ങളെല്ലാം വിഴുങ്ങി. സത്യം ബോധ്യപ്പെട്ട മജീഷ്യന്മാർ സുജൂദിൽ വീണു. അവർ സത്യവിശ്വാസികളായി. സത്യത്തിന് ഉപേക്ഷിച്ചില്ലെങ്കിൽ കൈകാലുകൾ വിപരീതമായി മുറിച്ച് ക്രൂശിക്കുമെന്ന് ഫിർഔൻ അവരെ ഭീഷണിപ്പെടുത്തി. കൈകാലുകൾ വിപരീതമായി പറഞ്ഞാൽ എന്താ? വലത്തെ കൈ മുറിക്കുകയാണെങ്കിൽ പിന്നെ മുറിക്കുക ഇടത്തെ കാലാണ്. ഇടത്തെ കൈ മുറിക്കുമ്പോൾ വലത്തെ കാല് മുറിക്കുന്നു. ഇങ്ങനെ വിപരീതമായി മുറിച്ച് ക്രൂശിക്കുമെന്ന് ഫിർഔൻ അവരെ ഭീഷണിപ്പെടുത്തി. പക്ഷേ അവർ വഴങ്ങിയില്ല. 30 വർഷം മൂസാ നബി അലൈഹി ഇസ്ലാം പ്രബോധനം തുടർന്നു. ഫിർഔനും അനുയായികളും അസത്യത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ അനുയായികളുമായി ഫലസ്തീനിലേക്ക് ഹിജ്റ പോകാൻ അല്ലാഹു തആല കൽപ്പിച്ചു. രാത്രിയിൽ രഹസ്യമായി പുറപ്പെട്ടവർ ചെങ്കടലിന്റെ തീരത്തെത്തി. വിവരമറിഞ്ഞ ഫിർഔൻ സൈന്യവുമായി അവരെ പിന്തുടർന്നു. സത്യവിശ്വാസികൾ ഭയന്ന് വിറച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്. അവൻ എന്നെ നെറുവയിലേക്ക് നയിക്കും. അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി ഇസ്ലാം കടലിൽ അടിച്ചു. അത് രണ്ടായി പിളർന്നു. ഒരു വരണ്ട വഴിയുണ്ടായി. മൂസാ നബി അലൈഹി ഇസ്ലാം അനുയായികളും അതിലൂടെ മറുകരയെത്തി. ഫിർഔനും പട്ടാളവും അവർ പിന്തുടർന്നു. അപ്പോൾ സമുദ്രം കൂടിച്ചേർന്നവർ മുങ്ങി നശിച്ചു. ഇതാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ചെറിയ രൂപത്തിലെ കഥ. ഇത് നോക്കൂ, തദ്രീബാത്ത്. ഒന്നാമത്തെ ആക്ടിവിറ്റി നഖറു അനഫം വായിച്ച് മനസ്സിലാക്കാനാണ്. 1 ഫിർഔൻ അഥവാ ഫറോവ. 2 നൈൽ നദി, ഈജിപ്തിലെ പ്രസിദ്ധ നദി. 3 ചെങ്കടൽ, ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഇടയിലുള്ള കടലിടുക്ക്. 4 സീനാമല, ഈജിപ്തിലെ ഒരു മല. 5 ഖിബ്തി, ഒരു ഗോത്രക്കാരൻ, കോപ്റ്റിക്. ഇനി നോക്കൂ, രണ്ടാമത്തെ ആക്ടിവിറ്റി നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്ക് ഉത്തരമേതുക. ഒന്നാമത്തെ ചോദ്യം, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവിന്റെ പേരെന്ത്? ഉത്തരം ഇമ്രാൻ. രണ്ടാമത്തെ ചോദ്യം, ഫിർഔനിന്റെ ഭാര്യ ആരായിരുന്നു? ആസിയ റളിയല്ലാഹു അൻഹാ, ആസിയ ബീവി. 3, നാട് വിട്ട മൂസാ നബി അലൈഹി ഇസ്ലാം എത്തിപ്പെട്ട നാട് ഏത്? മദിയൻ. ചോദ്യം 4, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയുടെ പേര് സഫൂറ. 5-ാമത്തെ ചോദ്യം, എവിടെ വെച്ചാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് നബുവത്തും റിസാലത്തും ലഭിച്ചത്? സീനാമല. 6-ാമത്തെ ചോദ്യം, മൂസാ അലൈഹി ഇസ്ലാം എത്ര വർഷം പ്രബോധനം നടത്തി? 30 വർഷം. ഇനി 3-ാമത്തെ ആക്ടിവിറ്റി നുജീബ് ഉത്തരം എഴുതാം. 1-ാമത്തെ ചോദ്യം, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രവചിച്ചത് എന്ത്? ഉത്തരം, എന്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരാൾ മുഖേനയാണ് ഈജിപ്ത് രാജാവിന്റെ നാശം. 2-ാമത്തെ ചോദ്യം, ഇമ്രാനിന്റെ ഭാര്യ കുട്ടിയെ നൈൽ നദിയിലിടാൻ കാരണമെന്ത്? അല്ലാഹു തആലയിൽ നിന്നുള്ള ഇൽഹാം അനുസരിച്ച്. 3-ാമത്തെ ചോദ്യം, പെട്ടിയിലുള്ള കുട്ടിയെ കണ്ട ആസിയ ബീവി പറഞ്ഞതെന്ത്? ഇവനെ കൊല്ലരുത്, നമുക്ക് ദത്തുപുത്രനാക്കാം. 4-ാമത്തെ ചോദ്യം, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ മകളെ എന്ത് ഉപാധിയോടെയാണ് ഷുഐബ് നബി അലൈഹി ഇസ്ലാം വിവാഹം ചെയ്തു കൊടുത്തത്?
8-10 വർഷം തന്റെ കൂലിവേലക്കാരനായി ആടുകളെ നോക്കണമെന്ന്. 5-ാമത്തെ ചോദ്യം, അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തുണയായി എന്ത്? ഉത്തരം, സഹോദരൻ ഹാറൂനെയും അല്ലാഹു തആല പ്രവാചകത്വം നൽകി. ഇനി 4-ാമത്തെ ആക്ടിവിറ്റി തഖ്സീസ്. അതിലൊന്ന്, മൂസാ നബി അലൈഹി ഇസ്ലാം ഫിർഔനും എന്ന വിഷയത്തിൽ കഥാപ്രസംഗം തയ്യാറാക്കുക. ഈ പാഠം തന്നെ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. 2-ാമത്തത്, മാപ്പിൽ നോക്കി ഈജിപ്ത്, ഫലസ്തീൻ, മദിയൻ, സീന, നൈൽ, ചെങ്കടൽ എന്നിവ കണ്ടെത്തുക. ഒരു മാപ്പ്, ആ മാപ്പിൽ നിന്ന് ഈജിപ്ത്, ഫലസ്തീൻ, മദിയൻ, സീന, നൈൽ, ചെങ്കടൽ എന്നിവ കണ്ടെത്താനാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.